ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഇതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഇതിന്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കുട്ടിക്കാലം, എന്റെ അപ്പന്റെ കാലത്തൊക്കെ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ്. പാത്രങ്ങൾ വെച്ചാൽ ഇന്നത്തെ പോലെ സ്റ്റീല് കവടിപ്പാത്രങ്ങളൊന്നുമില്ല. അന്ന് മണ്ണ് കൊണ്ടുള്ള ഉപകരണങ്ങൾ കൂടുതലും. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിലൊക്കെ കഞ്ഞി വെക്കുന്നത് വലിയ മണ്ണിന്റെ കലം, അതുപോലെ കറികൾ വെക്കുന്നത് മണ്ണിന്റെ കലം. അന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഓടിന്റെ കിണ്ണം അല്ലെങ്കിൽ ചെമ്പ് പാത്രം, അതിലാണ് കഞ്ഞി കുടിക്കുക. അപ്പോൾ അതൊക്കെ വീടിന്റെ ഉള്ളില് മറ്റ് പണിക്കാർക്കൊക്കെ കൊടുക്കുക. നിലത്ത് ഒരു കുഴി കുത്തി അതിലങ്ങോട്ട് ഒരു ഇലയിടും, ആ ഇലയിൽ കഞ്ഞി ഒഴിക്കും. ഇതുപോലെ പ്ലാവിന്റെ ഇല പെറുക്കിയെടുത്ത് അത് ഈർക്കിലി കൊണ്ട് കോട്ടി കുത്തിയിട്ടാണ് സ്പൂണിന് പകരം ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഒരു കാലമായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇന്നില്ല. ഇന്നിപ്പോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചട്ടിച്ചോറ്, ചട്ടി കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നല്ല ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് കാശ് കൊടുത്ത് കുടിക്കാം. അപ്പോൾ ഈ പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ അത് പട്ടിക്കാണ് കൊടുക്കാറ്. അതാണ് ചിലവർ പട്ടിക്ക് കൊടുക്കുന്ന പാത്രമല്ല എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്ക് അന്നൊക്കെ ഈ പാത്ര നിർമ്മാണങ്ങളൊന്നും പ്ലാസ്റ്റിക്കും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നമ്മുടെ വെള്ളത്തി അല്ലെങ്കിൽ പേങ്ങൻ, കുറുമ്പൻ, കോരൻ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. ഈ നിലത്ത് കുഴിത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കോരി കുടിക്കും. അതാണ് അന്ന് മുതലാളിക്ക് വീട്ടില് ഉണ്ണി പിറന്നാലും കഞ്ഞി കൊടുക്കുക ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഓണം വന്നാലും കോരന് ഇതിലെങ്ങനെ ഭക്ഷണം. അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ണി പിറന്നാലും ഓണം വന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. അതൊക്കെ പണ്ടത്തെ ഇതുകളാണ്. അപ്പൊ ഇതൊക്കെ കാലം പോയി. എന്റെ കാലത്തൊക്കെ വന്നപ്പോഴേക്കും ഇതൊക്കെ അലുമിനിയത്തിന്റെ കലങ്ങളൊക്കെ വന്നു. അതിനുശേഷം സ്റ്റീലായി. ഇപ്പൊ ഇന്ന് കുക്കിംഗ് റൈസ് കുക്കർ അങ്ങനെയുള്ള സാധനമൊക്കെ കണ്ടില്ലേ. ഇതുപോലെ കഞ്ഞി കൊടുക്കും. കഞ്ഞി ഇതുപോലെ ചട്ടിയിലല്ല, നിലത്ത് മുറ്റത്തൊരു കുഴിയുത്തും, അതില് ഇലയിടും, അതിലാണ്. ഇപ്പൊ അതിനുശേഷം ഇതൊക്കെ ഞങ്ങള് പട്ടിക്ക് ആക്കിയതൊക്കെ. പട്ടിക്ക് നിലത്തൊരു കുഴിയുത്തും, എന്നിട്ട് ഈ ചട്ടി നിലത്ത് അങ്ങോട്ട് കുഴിച്ചിടും, എന്നിട്ട് അതിൽ കഞ്ഞി വെച്ചു കൊടുക്കും. അതിൽ നിന്നാണ് പട്ടി കുടിക്കും. ഇന്നിപ്പോ പട്ടിക്ക് ഡോഗ് ഫുഡ് അല്ലെങ്കിൽ ക്യാറ്റ് ഫുഡ് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, പല സാധനങ്ങളൊക്കെ ആക്കി. അന്ന് പട്ടിക്ക് പോലും മനുഷ്യന് പോലും കഞ്ഞി ഇതുപോലെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അന്നൊക്കെ ഡാമുകളില്ല, പുഴ മാത്രമേ ഉള്ളൂ. മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഒഴുകിപ്പോവും, ഡാമില്ല. അപ്പൊ ഇന്ന് ഡാമുകളൊക്കെ കേരളത്തിൽ ഇഷ്ടംപോലെ കെട്ടി, ഇഷ്ടംപോലെ വെള്ളമായി, ഇഷ്ടംപോലെ ധാന്യങ്ങളായി, ഇഷ്ടംപോലെ സമ്പത്തായി. ഇന്ന് നമ്മൾ ആ ചരിത്രങ്ങളൊക്കെ മറഞ്ഞുപോയി. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ.